2-2 സമനിലയിൽ ഗ്രൗണ്ടിൽ നിന്ന് പിരിയുക. തുടർന്ന് 1.5 മണിക്കൂറിന് ശേഷം വാർ പരിശോധന നടത്തി ലഭിച്ച ഗോൾ എടുത്തു കളയുക. 2 മണിക്കൂർ കഴിഞ്ഞ് കാണികൾ ഒഴിഞ്ഞ സ്റ്റേഡിയത്തിൽ കളി പുനരാരംഭിക്കുക. ഒടുക്കം സമനില തെറ്റുന്ന ഫലമുണ്ടാക്കി പിരിയുക. ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ അപൂർവ നിമിഷങ്ങൾക്കാണ് അർജന്റീന മൊറോക്കോ ഒളിമ്പിക് മത്സരം സാക്ഷിയായത്. ലോക ചാമ്പ്യന്മാരുടെയും കോപ്പ ചാമ്പ്യന്മാരുടെയും അനിയൻ ടീം എന്ന നിലയിൽ ഒളിമ്പിക്സിലെ തന്നെ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച മത്സരത്തിലാണ് ഈ വിധം വൈചിത്ര്യങ്ങളൊക്കെ ഉണ്ടായത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ വച്ച ഏറ്റവും വലിയ സർക്കസ് മത്സരാനന്തരം അർജന്റൈൻ പരിശീലകൻ ഹാവിയർ മഷറാനോ സ്വീഡിഷ് റഫറി ഗ്ലെൻ നൈബർഗിൻ്റെ തീരുമാനത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. അവിശ്വസനീയമെന്ന് മെസ്സിയും പ്രതികരിച്ചു. 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് അർജന്റീന അടിച്ചു കയറി വന്നത്. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ അർജന്റൈൻ പ്രതിരോധത്തെ മറികടന്ന് സൂഫിയാൻ നേടിയ ഗോളിലൂടെ ആഫ്രിക്കൻ വമ്പന്മാർ മുന്നിലെത്തി. പിന്നാലെ 49-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് സൂഫിയാൻ ഗോൾ നേട്ടം 2 ഇതോടെ ഉണർന്നു കളിച്ച അർജന്റീന 68-ാം മിനിറ്റിൽ ഗിയുലിയാനോ സിമിയോണിയുടെ ഒരു ഗോൾ മടക്കി. പിന്നാലെ ആക്രമണങ്ങൾ കടുപ്പിച്ച അർജന്റീനയെ മൊറോക്കോ പ്രതിരോധം ശക്തമായി നേരിട്ടു. ഒടുവിൽ മത്സരം അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ശേഷിക്കെ ഇഞ്ചുറി ടൈമിൻ്റെ 16-ാം മിനിറ്റിൽ അർജന്റീന സമനില പിടിച്ചു. ക്രിസ്റ്റ്യൻ മെദിനയുടെ ഫെഡറിലാണ് സമനില പിടിച്ചുവെന്ന് അർജന്റീന ഉറപ്പിച്ചത്. മൊറോക്കോ ബോക്സിൽ നടന്ന കൂട്ടം പൊരിച്ചിലുകൾക്കൊടുവിലായിരുന്നു ഈ ഗോൾ. മത്സരത്തിനിടെ മൊറോക്കൻ താരങ്ങൾ വെറുതെ സമയം പാഴാക്കി കളഞ്ഞതിനാലാണ് അത്ര നീണ്ട ഇഞ്ചുറി സമയം അനുവദിച്ചതുപോലും. മൊറോക്കോയുടെ ഗോൾ മുഖത്ത് അർജന്റൈൻ താരങ്ങൾ നടത്തിയ നിരന്തര പോരാട്ടങ്ങൾക്കൊടുവിലാണ് ആ ഗോൾ വന്നത്. മൊറോക്കൻ ഗോൾ കീപ്പർ മുനീർ മുഹമ്മദ് അലി 2 തവണ ഗോൾ ശ്രമം തടഞ്ഞിട്ടു. 2 തവണ ക്രോസ് ബാറിൽ തട്ടിയും മടങ്ങി. പക്ഷേ ക്ലൈമാക്സിൽ ക്രിസ്റ്റ്യൻ മെദിന പന്ത് ബോക്സിലേക്ക് കടത്തി. ഗ്രൗണ്ടിൽ അർജന്റൈൻ താരങ്ങളുടെയും സ്റ്റേഡിയത്തിൽ അവരുടെ ആരാധകരുടെയും ഹർഷാരവങ്ങൾ. 90 മിനിറ്റും കഴിഞ്ഞുള്ള 106-ാം മിനിറ്റിലെ അർജന്റീനയുടെ ആ തിരിച്ചടി പക്ഷേ മൊറോക്കോയുടെ ജയം പ്രതീക്ഷിച്ചിരുന്ന കാണികൾക്കത്ര രസിച്ചില്ല. ആരാധകർ റോഷാകുലറായി മൈതാനത്തേക്ക് ചാടിയിറങ്ങി. പടക്കങ്ങൾ തീ കൊളുത്തി ഗ്രൗണ്ടിലേക്ക് എറിഞ്ഞു. ഇതുകണ്ട അർജന്റൈൻ താരങ്ങൾ പേടിച്ചു വിറയ്ക്കുന്നതും ലോക്കർ റൂമിലേക്ക് ഓടി രക്ഷപ്പെടുന്നതുമായ വീഡിയോകളുണ്ട്. കുപ്പികൾ പോലുള്ള വസ്തുക്കളും എറിഞ്ഞു. തുടർന്ന് റഫറി മത്സരം സസ്പെൻഡ് ചെയ്തു. പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരുമെത്തിയാണ് രംഗം ശാന്തമാക്കിയത്. ഒളിമ്പിക് ഔദ്യോഗിക വെബ്സൈറ്റിൽ മത്സരം 2-2 സമനിലയിൽ കളി തടസ്സപ്പെട്ടതായി അറിയിപ്പ് വന്നു. പക്ഷേ 1.5 മണിക്കൂർ കഴിഞ്ഞ് നടത്തിയ വാർ പരിശോധനയിൽ ഓഫ് സൈഡ് കണ്ടെത്തുകയും റഫറി കളി പുനരാരംഭിക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതേസമയം ഇഞ്ചുറി ടൈമിൻ്റെ അവസാന സെക്കൻഡുകളിൽ കാണികൾ ഗ്രൗണ്ടിലേക്ക് ഇടിച്ചു കയറിയതും താരങ്ങൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിയതും മത്സരം കഴിഞ്ഞെന്ന പ്രതീതിയാണ് ജനിപ്പിച്ചത്. എന്നാൽ കളിക്കാർ പിച്ചുവിടുമ്പോൾ റഫറി മുഴുവൻ സമയ വിസിൽ മുഴുക്കിയിരുന്നില്ല. അതിനാൽ തന്നെ കളി ഔദ്യോഗികമായി അവസാനിച്ചിരുന്നുമില്ല. അതിനിടെ 2-ാം പകുതിക്കിടയിലും കളി തടസ്സപ്പെട്ടിരുന്നു. ഒരു കുട്ടി കാരണമായിരുന്നു ഇത്. മെസ്സി എന്നെഴുതിയ ജേഴ്സി അണിഞ്ഞെത്തിയ പയ്യൻ ജുലിയൻ അൽവാരസിനടുത്തെത്തി സെൽഫിക്ക് ശ്രമിച്ചു. എന്നാൽ താരം അനുമതി നൽകിയതോടെ സെൽഫി എടുത്ത് തിരിച്ചു പോവുകയും ചെയ്തു. മത്സരത്തിനിടെ ഗാലറിയിൽ പ്രാദേശികരായ ഫ്രഞ്ചുകാർ അർജന്റീന കോപ്പ അമേരിക്കയ്ക്കിടെ നടത്തിയ വംശീയാധിക്ഷേപത്തിനെതിരെ പ്രതികരണങ്ങൾ നടത്തുന്നതും കാണാമായിരുന്നു. 2 മണിക്കൂറിന് ശേഷം ടീമുകൾ കളത്തിലിറങ്ങിയപ്പോഴേക്കും സ്റ്റേഡിയം ഏതാണ്ട് കാലിയായിരുന്നു. 2-2 എന്ന നിലയിൽ പിരിഞ്ഞ ശേഷം 2-1 എന്ന നിലയിലാണ് കളി തുടർന്നത്. 3 മിനിറ്റ് കൂടി അനുവദിച്ച മത്സരത്തിൽ അർജന്റീനയ്ക്ക് തോൽവി ഒഴിവാക്കാനായില്ല. മത്സരത്തിന്റെ പല ഇടവേളകളിലും മൊറോക്കൻ ആരാധകർ കളി തടസ്സപ്പെടുത്തിയതായും ഇരു ടീമുകളും കളി പുനരാരംഭിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും മഷറാനോ വ്യക്തമാക്കി. ഇൻസ്റ്റഗ്രാമിൽ കറുത്ത ബാക്ക്ഗ്രൗണ്ടിൽ അവിശ്വസനീയം എന്ന സ്റ്റോറി പങ്കുവച്ചാണ് മെസ്സി ഇതിനോട് പ്രതികരിച്ചത്.